ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ചൊരു ഡിലേ ആയിട്ടാണ് റെസിപ്പി ഇടുന്നത്. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. മസാല ദോശ. മസാല എങ്ങനെ ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ എപ്പോഴും ആക്കൽ. അത് ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ അതിലേക്ക് ആദ്യം വന്നിട്ട് കരിവേപ്പില, പിന്നെ ചുവന്ന മുളകും പരിപ്പും കൂടിയിട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ നല്ലോണം ഉള്ളി ഇടുന്നുണ്ട്. ഉള്ളി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മുറിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏകദേശം നിങ്ങൾ നോക്കിയിട്ട് ഇട്ടാൽ മതി. 3 വലിയ ഉള്ളിയെങ്കിലും വേണം. അപ്പം അതെല്ലാം ജസ്റ്റ് ഒന്ന് കളർ മാറേ വേണ്ട കേട്ടോ. ഇത് കൂടുതൽ ബ്രൗൺ ആകാൻ നിൽക്കാൻ പാടില്ല. അതൊരു സോഫ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. പിന്നെ ഉപ്പ് ആദ്യം കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പ് പിന്നെ ഇടാം. ആദ്യം കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം മിക്സാക്കി കൊടുക്കാം. പുള്ളി നല്ല സോഫ്റ്റ് ചെറുങ്ങനെ ഒരു കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് അത് ശ്രദ്ധിക്കുക. കാരണം കളറ് ചെറുങ്ങനെ മാറുമ്പം തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിന് 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ട്, അത് കുമിട്ടി മുളക് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതേ മസാലയായിട്ട് ഇതിലേക്ക് ഇടുന്നില്ല. ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇതിന് കൂടുതൽ കുക്കിംഗ് ടൈം എടുക്കുന്നില്ല. ജസ്റ്റ് എല്ലാം കൂടിയിട്ട് മിക്സാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളെ ഉള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുമ്പം ഇത് കുറച്ച് തക്കാളി അധികമാണ്. 4 വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, മിക്സാക്കി കൊടുക്കുക. ഇതിന് പിന്നെ കൂടുതൽ തക്കാളീൻ്റെ കൂട്ടാന്ന് അധികം ഇല്ലത്. ഉള്ളി കുറച്ചിട്ടും തക്കാളി കൂട്ടിയിട്ടും അങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ വെള്ളം തന്നെ ഇതിലേക്ക് കീഞ്ഞ് വരും. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ കുക്കർ അടിച്ച് വെച്ചിട്ട് 3 വിസിലാകുന്ന വരെ, ഉരുളക്കിഴങ്ങ് ചെറുങ്ങനെ മുറിച്ചല്ലോ, അപ്പം 3 വിസിലും മതി. അപ്പം അത് ആകുമ്പോഴേക്ക് നമ്മളെ ഉരുളക്കിഴങ്ങ് 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയറായിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ മുറിക്കണം. കാരണം ഇതൊരു സ്പെഷ്യലായിട്ടുള്ള പൊട്ടറ്റോ മസാലയെന്ന് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത്. പിന്നെ എൻ്റെ ഉമ്മ ചെറിയ തോതിൽ 2-3 മസാലാസ് മാറി മാറി എല്ലാ സൺഡേസിനും ആക്കുന്നതാണ്. അപ്പം ഈ സൺഡേക്ക് ഇതാണ് ആക്കിയിട്ടുണ്ട്. അതിന് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചോപ്പാക്കിയിട്ട് അത് നിങ്ങൾ കണ്ടില്ലേ, ഇതേപോലെ തിൻ സ്ലൈസ് ആയിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തിൻ സ്ലൈസ് ആയിട്ട് തന്നെ ഇത് മുറിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിസിലടിച്ചിട്ട് വരുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് നമ്മൾ മസാല വെന്തിട്ടുണ്ടാവില്ല. അപ്പം ഇത് ക്ലോസ് ചെയ്തിട്ട് 3 വിസിൽ ആയിക്കഴിഞ്ഞാൽ ഓഫാക്കിയിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞാൽ നോക്കാം. ഇതിൽ ഒരു വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് തന്നെ ഫുൾ വെള്ളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇല്ല. വെള്ളം ഇല്ലാണ്ട് മസാല മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം കീഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് സമയം ഇങ്ങനെ നല്ല ഇതായിട്ട് കഴിഞ്ഞാൽ നല്ല വെള്ളം തന്നെ കീയും. ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിൻ്റെ ഉള്ളിൻ്റെ എല്ലാം നല്ല വെള്ളം കീയും. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിൽ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് മസാല റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ഞങ്ങൾ ഇടുന്നില്ല. ഇത് റെഡ് കളർ മസാല കൂട്ടാന്ന്. എന്നിട്ട് നമ്മൾ ടേസ്റ്റിന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പും ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് വറ്റിക്കുന്നുണ്ടല്ലോ, അപ്പോൾ വറ്റി വരുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതെല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കരിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇത് നമ്മളെ കറിയായിട്ട് കൂട്ടാൻ മസാല ദോശക്ക് ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാ പ്രാവശ്യമൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് ആക്കുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച. എല്ലാവർക്കും ഒന്ന് റെഡ് കളറില്ല, ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതാ മസാല ദോശ ഞങ്ങൾ ചുടുന്നുണ്ട്. സൺഡേ ആയതുകൊണ്ട് അധികം മസാല ദോശ എന്ന് ചുടൽ. ഇതിപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. ആദ്യം ദോശൻ്റെ മാവ് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് അത് ഒന്ന് കുക്കായി വരുമല്ലോ, അപ്പോൾ നമ്മളെ മസാല എല്ലാം അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നതാണ്. രാവിലെ തന്നെ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ ചട്നി ആക്കിയിട്ടില്ല. തേങ്ങയുടെ ചട്നി ആക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ മേലെ ഗീ ഇട്ട് കൊടുക്കുക, നല്ലോണം ഗീ ഇട്ട് കൊടുക്കുക. ഗീ ഞാൻ കഴിക്കുമ്പം ഗീ ഇടാറില്ല. എനിക്ക് ഗീൻ്റെ മണം പിടിക്കലില്ല. അപ്പം നമ്മൾ
ഗീ റോസ്റ്റ് വേണമെങ്കിൽ ആ ഗീ റോസ്റ്റ് ചെയ്തിട്ട് മസാല ഇങ്ങനെ നടുക്ക് ഇങ്ങനെ സെർവ് ചെയ്യുമ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് ആക്ച്വലി ഇതിൽ അത്ര കാണുന്നില്ല, റെഡ് കളറായിട്ട് കാണുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ പുളിയോദര മസാലയെന്ന് അത് വാങ്ങാൻ ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ടാവും എന്തായാലും. അതൊരു കർണാടക ഒരു പൊടിയാണ്. അവർ പൊതുവേ പുളിയോദര റൈസും മസാല ദോശക്കൊക്കെ ഒരു തേങ്ങ പോലെ ഒരു പൊടിയാണ്, പീനട്ടൊക്കെ ഉള്ളത്, കടലെല്ലാം ഉള്ളത്. അത് ഇട്ട് കൊടുക്കാം. അത് ഭയങ്കര ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻസിൽ ഇടാം. താങ്ക് യു.